ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ 4 മണിക്ക് കുറിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും. നമുക്കിത് ക്രിസ്പി ആയിട്ട് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ട് എടുത്തു വയ്ക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? വാൽപാത്രത്തിലേക്ക് 1/4 ഭാഗം വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പോൾ ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കുറച്ച് കൂടുതൽ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ചെറുതായി ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. മക്രോണിയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് തിളച്ചൊന്ന് കുക്കായി വരണം. അപ്പോൾ ഈ മക്രോണി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നത് കാരണമാണ് ഞാനൊരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്, ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര മതി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഇത് പൊട്ടി വരുന്നുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഈ ഒരു ലെവലാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റെയിനറിലേക്ക് സ്റ്റെയിൻ ചെയ്തിട്ട് മാറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റെയിൻ ചെയ്ത് മാറ്റിയെടുത്തതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സ്റ്റെയിനറിലൊന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വരുന്ന പൊടി താഴേക്ക് പോകും സ്റ്റെയിനറായ കാരണം. അത് കാരണമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്റ്റെയിനർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്തൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുള്ള മക്രോണി കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലിൽ ഒന്ന് മുങ്ങി വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് തന്നെ അത് കുക്കായി വരട്ടെ. അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ള കാരണമാണ് ഒരു 1/4 വേവായിട്ട് മക്രോണി നിർത്തിയത്. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തിളച്ചിങ്ങനെ പൊന്തി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇളക്കുമ്പോഴും അധികം സൗണ്ടൊന്നുമില്ല. അപ്പോൾ ഈ തിളക്കൊന്ന് കുറഞ്ഞ് നല്ല സൗണ്ട് ഡിഫറൻസ് വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോഴാണ് നമ്മളിത് സ്റ്റെയിൻ ചെയ്തിട്ട് മാറ്റേണ്ടത്. നമ്മൾ കായ വറുക്കുമ്പോഴും ചക്ക വറുക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് അതേ കാര്യം തന്നെയാണ് ഇതിലും നോക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്റ്റൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഓയിലിലേക്ക് തന്നെ ഇടുമ്പോൾ നമ്മുടെ സൗണ്ട് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ആ പതപ്പതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്, കളറും മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നന്നായി കളർ മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രിസ്പിയായി വന്നു തുടങ്ങിയപ്പോൾ ഞാൻ സ്റ്റെയിൻ ചെയ്ത് മാറ്റാണ്. ടിഷ്യൂ ഉള്ള ബൗളിലേക്ക് മാറ്റി കൊടുക്കാണ്. അപ്പോൾ തന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, തീരെ ലോ ഫ്ലെയിമിലും വെക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 1/4 ഭാഗം കുക്കാക്കി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറുതായി ഒന്ന് ക്രിസ്പിയായി വരിക വേണ്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് കളർ മാറും, കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അത് കാരണമാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രിസ്പിനെസ് അറിയാൻ പറ്റും. ഇതിലേക്ക് ഓരോ മസാലകളായിട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് അവോയ്ഡ് ചെയ്യാം, പക്ഷെ എന്നാലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞൊരു ടീസ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ. അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തതാണ്, അതും ഈ 1 ടീസ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഈ ബൗളൊന്ന് നമുക്കൊന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ കുലുക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ സൈഡിലേക്കും മിക്സായി കിട്ടും. സർവിങ് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മക്രോണി വെച്ചിട്ട് കുട്ടികൾക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് അടിപൊളി ക്രിസ്പി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.